ശബ്ദത്തിന്റെ 6 മടങ്ങ് വേഗതയിൽ, അതായത് മാക് 6 വേഗതയ്ക്കപ്പുറം സഞ്ചരിക്കാനാകുന്ന ജെറ്റുകൾക്കും മിസൈലുകൾക്കും കരുത്തേകുന്ന എയർ എഞ്ചിൻ വികസിപ്പിച്ച് ചൈന. നമസ്കാരം, ഞാൻ ജാസ്മിൻ. വ്യോമയാന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന പുതിയ എഞ്ചിൻ സാങ്കേതിക വിദ്യയുമായി ചൈന രംഗത്ത്. ശബ്ദത്തിന്റെ 6 ഇരട്ടിയോളം വേഗതയായ മാക് 6 വരെ കൈവരിക്കാൻ കഴിയുന്ന എഞ്ചിനാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത്. ഇത് ഹൈപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും നിർമ്മാണ ഭാവിക്ക് പുതിയ ഊർജം പകരാൻ പോകുന്ന കണ്ടുപിടുത്തമാണ്. ഇന്ന് നിലവിലുള്ള ടർബൈൻ റാംജെറ്റ് സംവിധാനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്നതും ഭാവിയിലെ യുദ്ധവിമാനങ്ങളിലെയും മിസൈലുകളിലെയും ഹൈപ്പർസോണിക് വേഗത പുനർക്രമീകരിക്കാനാകുന്നതുമായ പുതിയ തരം എയർ എഞ്ചിനാണ്. ചൈനീസ് അക്കാഡമി ഓഫ് സയൻസ് അഥവാ കാസിലെ ഗവേഷകരാണ് കോൺട്രോ റോട്ടറി റാംജെറ്റ് എഞ്ചിൻ എന്ന ഈ പുതിയ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കാസിലെ എഞ്ചിനീയറിംഗ് തെർമോഫിസിക്സ് വിദഗ്ധരായ സു ജിയാൻഷോങ് ആണ് ഈ പ്രൊജക്ടിന് നേതൃത്വം നൽകിയത്. നിലവിൽ ഈ എഞ്ചിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണമാണ് പൂർത്തിയാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ച് വിജയം കണ്ടിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തങ്ങൾക്ക് ഇത്തരമൊരു പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കാനായതെന്നാണ് ഗവേഷക സംഘം അവകാശപ്പെടുന്നത്. നിലവിൽ വികസനത്തിലാണെങ്കിലും ഈ പുതിയ എഞ്ചിൻ യാഥാർത്ഥ്യമാകുന്നതോടെ അത് സൈനിക ബഹിരാകാശ ശേഷികളെ ഗണ്യമായി നവീകരിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യത്യസ്ത വ്യോമ പ്ലാറ്റ്ഫോമുകൾക്കായി ഇത് പൊരുത്തപ്പെടുത്തുകയും യഥാർത്ഥ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ഗവേഷകർ അടുത്തതായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. മാക് 6 മുകളിൽ വരെ തുടർച്ചയായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പുതിയ എഞ്ചിൻ അതിവേഗ പറക്കലിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ഒന്നിലധികം പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു. പരമ്പരാഗത ഹൈപ്പർസോണിക് പ്രൊപ്പൽഷൻ 2 വ്യത്യസ്ത പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മാക് 3 വരെ വേഗത കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ടർബൈൻ എഞ്ചിനും ഉയർന്ന വേഗതയ്ക്കായുള്ള ഒരു റാംജെറ്റും. ഈ ഇരട്ട സിസ്റ്റം ആശയം സങ്കീർണവും ഭാരമേറിയതും പ്രവർത്തന വേളകളിൽ അപകട സാധ്യതകൾ ഉള്ളതുമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായാണ് പുതിയ എഞ്ചിൻ വികസനത്തിലേക്ക് ചൈന കടന്നത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം പുതിയ എഞ്ചിൻ പ്രൊപ്പൽഷൻ മോഡുകൾ മാറ്റാതെ ടേക്ക് ഓഫ് മുതൽ ഹൈപ്പർസോണിക് വേഗത വരെ മുഴുവൻ ഫ്ലൈറ്റ് എൻവലപ്പിലും പ്രവർത്തിക്കുന്നതിനാണ് കോൺട്രോ റോട്ടറി റാംജെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഉപയോഗത്തിലുള്ള സാധാരണ ജെറ്റ് എഞ്ചിനുകൾ ശബ്ദവേഗത്തിന് അടുത്തുള്ള വേഗതയിൽ മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കൂ. എന്നാൽ ചൈന വികസിപ്പിച്ചിരിക്കുന്ന പുതിയ സംവിധാനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള എഞ്ചിൻ സാങ്കേതിക വിദ്യകൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതുവഴി കുറഞ്ഞ വേഗതയിൽ നിന്ന് അതിവേഗത്തിലേക്കുള്ള മാറ്റം ഒരേ സംവിധാനത്തിലൂടെ സാധ്യമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ എഞ്ചിന്റെ പ്രധാന സവിശേഷത അതിവേഗതയിൽ പോലും ഇന്ധനം കൃത്യമായി കത്തിക്കാൻ കഴിയുന്ന സംവിധാനമാണെന്നും വിദഗ്ധർ വിശദീകരിക്കുന്നു. സാധാരണ ഹൈപ്പർസോണിക് വേഗതയിൽ വായുപ്രവാഹം നിയന്ത്രിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പുതിയ ഡിസൈൻ ഈ പ്രശ്നം കുറയ്ക്കുന്നതായി ഗവേഷകർ അവകാശപ്പെടുന്നു. മാക് 6 എന്നത് മണിക്കൂറിൽ ഏകദേശം 7000 കിലോമീറ്ററിലധികം വേഗതയാണ്. ഇത്രയും വേഗത്തിൽ പറക്കുന്ന വിമാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താനും തടയാനും ഏറെ പ്രയാസകരമാണ്. അതിനാൽ തന്നെ ചൈന വികസിപ്പിച്ചിരിക്കുന്ന പുതിയ എഞ്ചിൻ സൈനിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ പോന്ന കണ്ടുപിടുത്തമാണ്. ചൈനയുടെ ഈ മുന്നേറ്റം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായി നടക്കുന്ന ഹൈപ്പർസോണിക് ആയുധ മത്സരത്തിൽ പുതിയ ഘട്ടം തുറക്കുന്നതിന് കാരണമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാവിയിൽ യാത്രാരംഗത്തും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ദൂരങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാക്കാൻ കഴിയുന്ന പുതിയ കാലഘട്ടത്തിന് ഇതോടെ തുടക്കമാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ഇത്തരം അതിവേഗ സാങ്കേതിക വിദ്യകൾ സുരക്ഷാ ആശങ്കകളും ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം എഞ്ചിനുകൾ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. വാർത്തയുടെ നിറം തേടി തനി നിറം.